ഹായ് ഗൈസ്, ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമോ? നല്ല സോഫ്റ്റ് ചപ്പാത്തി വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു മീഡിയം സൈസ് 10 ചപ്പാത്തിയുടെ അളവാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം വേണമെങ്കിൽ ഒലിവ് ഓയിലോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചൂടോടുകൂടി തന്നെ ഇതിനകത്തോട്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ഞാൻ രണ്ടാമത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. എനിക്കിവിടെ 1.25 ഗ്ലാസ് വെള്ളം ആവശ്യമായിട്ട് വന്നത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്. ഒരു 1/4 ഗ്ലാസ് എനിക്ക് മിച്ചം വന്നിട്ടുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമായിരുന്നു തിളപ്പിക്കാൻ വെച്ചിരുന്നത്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. കുഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പോകണം. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടാണ് മാവിരിക്കുന്നത്. നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് വെച്ചിട്ട് ഇത് റോളാക്കി എടുക്കുവാണ്. റോളാക്കിയിട്ട് ചെറിയ ബോൾസാക്കി നമുക്കിത് എടുക്കണം. ഇവിടെ ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ചെറുതായിട്ട് പൊടി വിതറി കൊടുക്കുവാണ്, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് എടുത്ത് വയ്ക്കാം. അതിന് പരത്താനായിട്ട് റൗണ്ടായിട്ട് നമുക്ക് പരത്തി എടുക്കാനും പറ്റും. പരത്താനായിട്ട് എളുപ്പമായിരിക്കും. ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്ക് പണി കുറച്ചുകൂടി എളുപ്പമാവും. പെട്ടെന്ന് പരിപാടി കഴിയും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ പ്രസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തി എടുത്ത് വെക്കണം. കുറേശ്ശെ പൊടി വിതറി കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് പരത്തി എടുത്തിട്ട് വരാം. ഞാനിവിടെ എല്ലാം പരത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടാനായിട്ട് തുടങ്ങാം. ഇനി സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് പഴയ ഒരു ദോശക്കല്ലും എല്ലാം വെച്ച് കൊടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ എപ്പോഴും പഴയ ഒരു കല്ലെടുക്കുന്നതായിരിക്കും നല്ലത്. ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രം പെട്ടെന്ന് അഴുക്കായിപ്പോവും. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഒരു സൈഡ് വൈറ്റ് കളറൊന്ന് മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം കിടക്കുന്നത്. എന്നിട്ട് ചെറിയ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 3 സെക്കൻഡ് കഴിയുമ്പം ജസ്റ്റ് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പൊങ്ങി വരുന്നതാണ്. കണ്ടോ? ചപ്പാത്തി ഇവിടെ അടിപൊളി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഹായ് ഗൈസ്, ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. ചപ്പാത്തിയെ വെള്ളത്തിയിട്ട് കുഴച്ച് എടുക്കണം നല്ലതായിട്ട്. എന്നിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് നല്ലതായിട്ട് കുഴച്ച് പിന്നെയും കുഴച്ചിരിക്കണം. കൂളിയാണ്. സബ്സ്ക്രൈബ് ചെയ്യണേ. പെട്ടെന്ന് വെന്തോളുവേ. നല്ലതാണ്. കഴിച്ച് നോക്കിയിട്ട് ചിക്കൻ കറി കൂട്ടി കഴിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.